അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ചൂടുപകർന്ന മണൽത്തരികളുടെ തീരമാണ് താനൂർ. 10 വർഷം കൊണ്ട് എനിക്ക് വിജയമല്ലാതെ ഇവിടെ നഷ്ടം വന്നിട്ടില്ല. ഞങ്ങൾ സ്ഥിരം കളിക്കുന്ന ഗ്രൗണ്ടാണിത്. വലിയൊരു സ്റ്റേഡിയം ആണെന്ന് തന്നെ ഞങ്ങൾക്ക് അഭിമാനമായി. ഈ പാലം വരുന്നതിന് മുമ്പ് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ സ്കൂൾ കുട്ടികൾക്കും ജനങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും. ഇപ്പം അത് വന്നത് വലിയ അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. കടിക്കൂടെയുള്ള ഒരു വഴി, അത് നല്ലൊരു ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഒരു അണ്ടർ പാസേജ് വന്നത് തന്നെ വലിയൊരു ഉപകാരമാണ് നാട്ടുകാർക്കും മൊത്തത്തിൽ. ഈ തൂവൽത്തീരം എന്നുള്ള പ്രദേശം ഒരു കാലത്ത് സാമൂഹ്യദ്രോഹികളുടെ കയ്യിലായിരുന്ന ഈ പ്രദേശത്തെ ടൂറിസം മേഖലയ്ക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ഭംഗി തന്നെ, അതായത് രൂപമാറ്റങ്ങൾ മാറ്റിത്തിരുത്തി. ഈ വള്ളങ്ങളും തോണികളും ചെറുപണിക്കാരും കൂടുതലുള്ള മേഖലയാണ്. അവർക്ക് ഈ മണ്ണെണ്ണ കിട്ടാക്കനിയായി മാറിയ ഈ സന്ദർഭത്തിൽ ഈ അബ്ദുറഹ്മാൻ അണ്ടത്താണിൻ്റെ ഈ പമ്പ് ഉന്നാൽ അനുവദിച്ചു തന്നതിൽ നമ്മൾക്ക് ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരുവിധം പ്രയാസങ്ങൾ അകറ്റി ഈ ഗവൺമെൻറ്റിനോട് എങ്ങനെ നന്ദി പറയണം. പ്രത്യേകിച്ചിട്ട് ML അണ്ടത്താണി അവർ ചെയ്തു തന്ന ഒരുപാട് വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞാൽ ഒരുപാടുണ്ട്. താനൂർക്കാരുടെ മനസ്സിൽ കയറിയ അദ്ദേഹത്തിന്റെ വിജയം താനൂർക്കാർ ഉറപ്പാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനല്ല. ഇത് താലൂക്ക് ഹോസ്പിറ്റലായി ഉയർത്തിയതിൽ വളരെ സന്തോഷപ്പെട്ട ജനങ്ങൾക്ക്. ഈ ഒരു പഞ്ചായത്തിൻ്റെ സാധാരണക്കാരനായ വെള്ളത്തിൻ്റെ കാര്യത്തിൽ വിഷമങ്ങളുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അയാൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കുടിവെള്ള പദ്ധതി ഒരു പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു പ്രതിനിധിയെ കിട്ടാനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം. ഒരു ഘട്ടത്തിൽ താന്നൂരിൽ വീടിന് അപേക്ഷകരില്ലാത്ത രൂപത്തിലേക്ക് ഈ മത്സ്യത്തൊഴിലാളി മേഖലയെ എത്തിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. ഒരു MLAക്ക് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഈ കഴിഞ്ഞ 5 വർഷത്തിലിടയ്ക്ക് ഞങ്ങൾക്ക് തന്നെ ആശ്ചര്യം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. കടലിൻ്റെ മക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർ കടലിൽ പോയി അധ്വാനിക്കുന്നവരാണ്. അവരുടെ ഭക്ഷണത്തിന് തിന്മയുടെ മണമില്ല, അത് നന്മയുടേതാണ്. അതുകൊണ്ട് തന്നെ അവർ നീതിയോടുകൂടി പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.